ഇപ്പോൾ കുണ്ടോട്ടി ഡിവൈഎസ്പി ആയി പ്രവർത്തിക്കുന്ന ഷിബു, അതുപോലെ കരിപ്പൂർ എയർപോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറായ പ്രവീൺ കുമാർ അല്ല അനീഷ്, അതുപോലെ കസ്റ്റംസിലെ പ്രവീൺ കുമാർ, ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു നെക്സസ് ആണ് സുജിത് ദാസുമായി ടൈപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു മാഫിയ സംഘം. മിസ്റ്റർ അൻവർ MLA ഇത് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. ഞാനിതൊരു 2-3 വർഷമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ 2021-22 കാലഘട്ടത്തിൽ 2 വർഷത്തോളം കരിപ്പൂർ എയർപോർട്ട് റോഡിലെ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ രാത്രി 10 മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവ്. അപ്പോൾ ഈ വിഷയത്തിൽ നിരവധി സമരങ്ങൾ നടന്നു, ധർണകൾ നടന്നു, MP-മാർ ഇടപെട്ടു, MLA-മാർ ഇടപെട്ടു. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പോലീസ് ആക്ട് പരിശോധിച്ചപ്പോൾ സുജിത് ദാസിന് അങ്ങനെ ധാർമ്മികമായ ഒരു നിയമപരമായ അവകാശമില്ല, അയാൾക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സർക്കാർ ഓർഡിനൻസോ ഒരു പോലീസ് ആക്ടിലോ പറയാത്ത ഒരു കാര്യം പോലീസ് രാജ് സുജിത് ദാസ് അവിടെ നടപ്പാക്കി കരിപ്പൂർ എയർപോർട്ട് റോഡിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. രാത്രി 10 മണിക്ക് ശേഷം കടകളെല്ലാം അടച്ചുപൂട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ കള്ളക്കടത്ത് കൈകാര്യം ചെയ്യാൻ നല്ലൊരു അവസരമാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെതിരെ ഞാൻ വിവരാവകാശം കൊടുത്തു. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് രാത്രി 10 മണിക്ക് ശേഷം കടകൾ പൂട്ടിയിടുന്നത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പോലീസ് ആക്ടിൽ അങ്ങനെ ഉണ്ടോ? ഓർഡിനൻസ് ഉണ്ടോ? അതിനെല്ലാം അയാൾ എനിക്ക് നൽകിയ മറുപടി ഇല്ല 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 എന്ന്. അതേപോലെ ഈ ആവശ്യത്തിന് വേണ്ടി അവിടെ നിരവധി സമരങ്ങൾ നടന്നു, പ്രകടനങ്ങൾ നടന്നു. അതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഇത് പത്രം മുതൽ മാതൃഭൂമി ചാനൽ അടക്കം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇതിന്റെ തെളിവുകളുണ്ട്. ഇതെല്ലാം നേരിട്ട് കണ്ടതുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സുജിത് ദാസ് കള്ളനാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അങ്ങനെ തന്നെ SP-യുടെ ഓഫീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് മൊഴിയെടുക്കാൻ വിളിച്ചു. കുണ്ടോട്ടി DYSP, അന്നത്തെ DYSP എന്നെ വിളിച്ചു. ഞാൻ മൊഴി കൊടുത്തു. സുജിത് ദാസ് കള്ളനാണ്. കള്ളൻ എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുക? കള്ളൻ എങ്ങനെയാണ് കള്ളന്മാരെ പിടിക്കേണ്ട പോലീസ് വേഷം അണിയുന്നത്? അദ്ദേഹത്തെ പോലീസിന്റെ കുപ്പായം അണിയുന്നതിൽ നിന്ന് അവസാനിപ്പിക്കണമെന്ന് നിരവധി പരാതികൾ ഞാൻ പരാതികൾ കൊടുത്തപ്പോൾ അങ്ങേക്ക് കിട്ടിയിട്ടുള്ള മറുപടി എന്താണ്? ഈ സുജിത് ദാസിനെ ആർക്ക് ചേർന്ന് സംരക്ഷിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? എന്റെ മൊഴി ഞാൻ വ്യക്തമായ മൊഴി കൊടുത്തു. അതിന്റെ തെളിവുകളിൽ എന്റെ വശമുണ്ട്. അദ്ദേഹം കള്ളനാണെന്നുള്ള തെളിവ് എന്റെ വശമുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ 3 വർഷം മുമ്പേ ഞാൻ ഈ 2021 ഞാൻ ഈ വിഷയം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ മുന്നോട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് പോലീസ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുജിത് ദാസാണ് കൺട്രോൾ, നിയന്ത്രണം. ഇവിടെ ഒരു കാര്യം അദ്ദേഹം പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ സൂചന ലഭ്യമായിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ മുമ്പ് സ്വർണം പിടിച്ചിരുന്ന കരിപ്പൂരിലെ SHO ആയിരുന്ന ഷിബു ഇവിടുത്തെ സ്ഥലം മാറി കൊല്ലം ജില്ലയിലേക്ക് പോയി. അദ്ദേഹത്തെ DYSP ആയി വീണ്ടും കുണ്ടോട്ടിയിൽ അവരോധിച്ചിരിക്കുന്നു. എന്തിനാണ് സുജിത് ദാസ് ഇടപെട്ട് അദ്ദേഹത്തെ കുണ്ടോട്ടിയിൽ കൊണ്ടുവരുന്നത്? കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് കൺട്രോൾ സ്വന്തം കൈപ്പടത്തിൽ ഒതുക്കാൻ വേണ്ടി. ഉണ്ണി എന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പോലീസ് സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ അത് കസ്റ്റംസിന് കൈമാറണമെന്നാണ് ഇന്ത്യയുടെ നിയമം. പക്ഷെ ഇദ്ദേഹം തന്നെ കുണ്ടോട്ടിയിലെ ഉണ്ണിയെ വിളിച്ച് പൊന്നുരുക്കുന്നു. 1 കിലോ പിടിക്കുകയാണെങ്കിൽ 250 ഗ്രാം സ്വന്തം പോക്കറ്റിൽ ഒതുക്കി ബാക്കിയാണ് കോടതിയിലേക്ക് കെട്ടിവെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹം കസ്റ്റംസിന് കൈമാറുന്നില്ല? ഇദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സ്വർണ്ണക്കടത്തിലൂടെ നടത്തിയിട്ടുണ്ട്. വ്യക്തമായി അന്വേഷിക്കണം. ഇദ്ദേഹത്തിന് അർഹമായ സ്ഥാനം ജയിലിലാണ്. മറ്റാരൊക്കെ കണ്ണികളാകുന്നു? ആരൊക്കെ ചേർന്നാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നത്? ആ തരത്തിൽ അങ്ങേക്ക് എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ സാധിക്കും? ഒരു ഗവർണറുടെ വരുന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ മലപ്പുറം ജില്ലയിലെ ഭാര്യ വീട്ടിലേക്ക് അദ്ദേഹത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഇദ്ദേഹം ആരാണ്? രാജാവോ? ഇദ്ദേഹത്തെ ജയിലിലടക്കണം, സസ്പെൻഷനിൽ പോരാ. ഇയാൾ വലിയ പക്കാ കള്ളനാണ് എന്ന് തെളിയിക്കാനുള്ള, അയാളെ കള്ളൻ എന്ന് വിളിക്കാനുള്ള ഡോക്യുമെന്റ് എന്റെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെയാണ് സുജിത് ദാസ് കള്ളനാണെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനും അദ്ദേഹത്തെ കള്ളൻ എന്ന് പരസ്യമായി ഇപ്പോൾ വിളിക്കുന്നതും. അദ്ദേഹം കള്ളനാണെന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് എന്റെ കൈവശമുണ്ട്. കള്ളനെ എങ്ങനെയാണ് SP ആക്കി നിലനിർത്തുന്നത്? അതാണ് എന്റെ ചോദ്യം. ഈ അജിത് കുമാറിനെതിരെ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അജിത് കുമാറിനെ കുറിച്ച് ഞാൻ വ്യക്തമായ അന്വേഷണം നടത്തി. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു വ്യക്തി, തിരുവനന്തപുരത്ത് ഉന്നത വ്യക്തി, എന്റെ സുഹൃത്തുണ്ട്.
ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റാണ്, ഗോൾഫ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യമായി അന്വേഷിച്ചു. അജിത് കുമാറിനോട് എനിക്ക് നല്ലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എലത്തൂരിൽ തീവണ്ടി കത്തിച്ചപ്പോൾ അതിന്റെ പ്രതി ഡൽഹിയിൽ നിന്നൊരു വരുന്നൊരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട ആളാണെന്നൊരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ ഞാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ പൊതുവെ പറയുകയാണെങ്കിൽ ഏവറേജ് ശരാശരി അജിത് കുമാർ നല്ല ബോൾഡായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം, ആ വീടിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ 10 ലക്ഷത്തിന് രൂപ ഭൂമി കിട്ടാനുണ്ടായിരുന്നു സെന്റിന്. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ഗിഫ്റ്റായിട്ട് നൽകിയതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ 24 ലക്ഷത്തിന് താഴെയുള്ളത്. പിന്നെ എങ്ങനെയാണ് അവിടെ സെന്റിന് 60 ലക്ഷം? അങ്ങനെയുള്ള ആരോപണം രാഷ്ട്രീയ നേതാക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണത്തിൽ 100% സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സുജിത് ദാസ് എത്ര വർഷമായി ഈ ഇത്തരത്തിലുള്ള പരിപാടി, ഇത്തരത്തിലുള്ള കുറ്റകൃത്യം അവിടെ ചെയ്തു തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏത് വർഷം മുതലാണ് തുടങ്ങിയത്? ദാസ് 2021-22 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകിയതും സ്വർണ്ണക്കടത്ത് പിടിച്ച് അതിലൂടെ സർക്കാരിന് കിട്ടേണ്ട സ്വർണം തട്ടിയെടുക്കുന്നതും. ഇത് മാത്രമല്ല, പിടിച്ചെടുക്കുന്ന സ്വർണം അഡ്ജസ്റ്റ്മെന്റിലൂടെ മുഴുവനും വിട്ടുകൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി 15-20 ലക്ഷം വാങ്ങി വിട്ടുകൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ 2-3 ABC ഗ്രൂപ്പ് കള്ളക്കടത്തുകാർ 3 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ രാമനാട്ടുകരയിൽ നടന്ന ബൊലേറോ ഇടിച്ച് 5 പേർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ദുബായിലുള്ള പ്രതികളുമായിട്ട് ടൈപ്പാണ് സുജിത് ദാസ്. അവരാണ് മറ്റു എതിർ ഗ്രൂപ്പുകളുടെ കള്ളക്കടത്തിന്റെ ഇൻഫർമേഷൻ സുജിത് ദാസിന് കൈമാറുന്നത്. ആ കേസിലെ ദുബായിലുള്ള പല പ്രതികളെയും കേസിൽ നിന്ന് മോചിപ്പിക്കാം, പ്രതിപട്ടികയിൽ പെടുത്തില്ല എന്ന് വാഗ്ദാനം നൽകി അവരിൽ നിന്ന് എതിർ കള്ളക്കടത്ത് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ ചോർത്തുന്നു. രണ്ടാമതായി കസ്റ്റംസിലുള്ള പ്രവീൺ കുമാർ എന്ന സൂപ്രണ്ട് സ്കാനിങ്ങിൽ കള്ളക്കടത്ത് സ്വർണം കണ്ടാൽ സുജിത് ദാസും ടീമിന് വിവരം കൈമാറുന്നു. അങ്ങനെയും സുജിത് ദാസും ടീമും കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച്, ടെർമിനലിന് പുറത്ത് വെച്ച് സ്വർണം പിടിക്കുന്നു. ശരിക്കും നിയമപരമായി പറയുകയാണെങ്കിൽ പോലീസിന് എയർപോർട്ടിന്റെ മുറ്റത്ത് വെച്ച് സ്വർണ്ണ പരിശോധനയോ കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ല. അവിടെ CISFന്റെ കൺട്രോളിലുള്ള പ്രദേശമാണ്. 1-2 ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, മറ്റ് പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുണ്ട്. ഇവർ പുറത്താവുകയും പുറത്ത് കാര്യം അറിയുകയും പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ ആരുടെ അറിവോട് കൂടിയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഇവരിങ്ങനെ ഒരു തരത്തിലും പിടിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതാണ് അങ്ങ് കരുതുന്നത്? സ്പെഷ്യൽ ബ്രാഞ്ച് സുജിത് ദാസിന്റെ അണ്ടറിൽ തന്നെയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിലെ അനീഷ് എന്ന ഓഫീസർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് BMW ലക്ഷറി കാറാണ്. അനീഷും ഷിബുവും ഇതെല്ലാം സുജിത് ദാസിന്റെ നെറ്റ്വർക്കിൽപ്പെട്ട ആളുകളാണ്. എല്ലാം കൂടി ഒരു നെക്സസ് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൽ കൂടി ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ അനീഷ് എന്നൊരു ഓഫീസർ BMW ഉപയോഗിച്ച് പല കോറി വെഹിക്കിൾ പാർട്ണർഷിപ്പ് ആവുന്നു, വലിയ ഒരു പണക്കാരനായി മാറുന്നു. ഉണ്ണി, സാധാരണ ഒരു സ്വർണം ഒരുക്കുന്ന അതിനെന്താ പറയാ വിഭാഗത്തിൽപ്പെട്ട ഉണ്ണി ഇന്ന് എത്ര കെട്ടിടങ്ങളുടെ ഉടമയാണ്. അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ കെട്ടിടങ്ങളുണ്ട്, കേരളത്തിലെ പല ഭാഗത്തും സ്വത്തുക്കളുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കും, പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളല്ലാതെ ഇവരല്ലാതെ മറ്റു ജനപ്രതിനിധികളോ മറ്റാരും ഇതുമായി ബന്ധപ്പെടുന്നുണ്ടോ? ജനപ്രതിനിധികൾക്ക് സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ജനപ്രതിനിധികൾ മൊത്തത്തിൽ അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ സ്വർണ്ണക്കടത്ത് കാര്യങ്ങളുമായിട്ട്. ബഷീറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അദ്ദേഹം